എൻ്റെ കൂടെ ഇരിക്കുന്നതാണ് തന്നെ പോയത് ശരണ്. സ്വന്തം ക്ലാസ് പഠിക്കണേ, എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആളാ. അവനില്ലാത്തൊരു ക്ലാസ്സിലേക്കാണ് തിരിച്ചു വരുന്നത്. ടീച്ചർമാരെന്തെങ്കിലും പറഞ്ഞിരുന്നു? ഇല്ല, വിളിച്ചിരുന്നു അത് അപ്പം തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ടീച്ചർമാരൊക്കെ വിളിച്ചിട്ടുണ്ടായി, കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായി. തിരിച്ച് ഇവിടെ സ്കൂളിലേക്ക് വരുന്നതിന് മുമ്പ് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു? പേടിക്കരുത് അങ്ങനെ? ഇല്ല, അങ്ങനെ അലന് വീട്ടിലേക്ക് വെള്ളം കയറിയിരുന്നു? വീടൊക്കെ പോയി. പൂർണ്ണമായിട്ടും പോയി? പൂർണ്ണം. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു? അമ്മ അച്ഛനെല്ലാം? അമ്മ എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫസ്റ്റത്തെ പൊട്ടല്ലേ ഞങ്ങൾ മാറിയത് അവിടെ നിന്ന്. പുസ്തകങ്ങൾ നഷ്ടപ്പെട്ടു? എല്ലാം പോയി. യൂണിഫോമും എല്ലാം പോയി. പുതിയ പുസ്തകങ്ങൾ എങ്ങനെ കിട്ടി? പുതിയ പുസ്തകങ്ങൾ ക്യാമ്പിൽ തന്നാണ്? ക്യാമ്പിൽ നിന്ന്. അമ്മ അച്ഛനിപ്പോൾ ക്യാമ്പിലുള്ളത്? അല്ല, അവർ വീട്ടിൽ മാറി, വാടക വീട്ടിൽ മാറി സ്കൂളിലേക്ക് വരുന്നു. അത്രയും അടുത്ത കുട്ടികൾ ആരെങ്കിലും ഇതിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? നൈഷാനും ശരണും നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ ഞങ്ങളവിടെ 10ാം ക്ലാസ് പഠിച്ച് 5 പേരാണ് പോയത്. ഇല്ല, പിന്നെ അറിയണ കുറേ ആൾക്കാരും പോയി. നേരത്തെ പഠിച്ചാണ് കൂടെ പഠിച്ചു. അതിന് നമ്മൾ ചെറിയ ക്ലാസ് പഠിക്കണം, അതിന് മുതിർന്നവരൊക്കെ അറിയണം. അപ്പോൾ അവരൊക്കെ പോയി നാട്ടിൽ അവരെല്ലാവരും. എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ കൂടെയും കൂടെ വന്ന് അച്ഛനും അമ്മയും ഇവരൊക്കെ വിളിച്ചു പോയത്. അവർ ജനലിൽ പിടിച്ചിരുന്നാ. അപ്പോൾ അങ്ങനെ ആയിരുന്നു. ഞാൻ വീട്ടിലുണ്ടായിരുന്നു. അച്ഛനും അമ്മയും അച്ഛമ്മയും താഴത്തെ നിലയിലായിരുന്നു, ഞാനും മുകളിലായിരുന്നു. അപ്പോൾ ഒറ്റയായിട്ട് നീച്ചു പോയി വെക്കുമ്പോൾ അച്ഛനും അമ്മയും പോയി ജനലിൽ പിടിച്ചിരിക്കുന്നു. അച്ഛമ്മനെ വലിച്ചാലിന്ന് വലിച്ചേറ്റപ്പോൾ അച്ഛമ്മ ശ്വാസമൊന്നുമില്ല, നെഞ്ചിലൊക്കെ അമർത്തിയിട്ട് ശ്വാസമൊക്കെ വന്നു. അങ്ങനെ 10 വരെയായിട്ട് പഠിച്ചു. സ്കൂള് സാറാണ്, എല്ലാ സാറുമാരെല്ലാം സപ്പോർട്ടാണ് എല്ലാത്തിനും. അങ്ങനെ ഗ്രൗണ്ട് പിന്നെ കളിക്കാൻ ഇന്ന് വൈകുന്നേരം പോയി ശരിയായിട്ട് ഇപ്പോൾ പോവാത്ത പോലെ എന്തോ പോലെ ഉണ്ട്. അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ മാത്രം. സ്കൂള് അടിപൊളിയാണ്. അവിടെ നാട്ടുകാരായാലും വീട്ടുകാരായാലും പരിപാടിയൊക്കെ ആയാലും സെറ്റാണ്. ഉത്സവങ്ങളായാലും അമ്പലമായാലും ഒക്കെ. സ്കൂളിലേക്ക് വരുമ്പോൾ നൈസ് കൂടെ ഇരിക്കണം, തൊട്ടിപ്പുറത്തിരിക്കണം നൈസാനൊക്കെ. അവനൊക്കെ ഉണ്ടാവില്ല ഇന്നിപ്പോൾ ഇരിക്കുമ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ട്. ഇന്നിപ്പോൾ പണങ്ങോടാണ്. ഉമ്മച്ചീൻ്റെ ഒപ്പം അടിച്ചിട്ട് ഞങ്ങൾ 2 ദിവസം മുമ്പ് അങ്ങോട്ട് പോയതായിരുന്നു. പിറ്റേന്ന് അറിയുന്നു. അപ്പോൾ ഉപ്പച്ചീൻ്റെ അനിയൻ്റെ മോള് പോയിരുന്നു. അപ്പോൾ ഒളിച്ചു പോയി ഫസ്റ്റ് ഷോട്ടിൽ തന്നെ. അപ്പോൾ സ്കൂളിൻ്റെ ബേക്കുന്ന കിട്ടിയത്. അപ്പോൾ തന്നെ മൊത്തം ഇതൊക്കെയാണ് സ്ക്രാച്ച് ഇതൊക്കെ അവിടെ വിംസിൽ. അപ്പോൾ മാറി ഞങ്ങളൊക്കെ ഒരുമിച്ച് അവിടെ തന്നെ വരല് ചൂരമലിന്. ഇപ്പോൾ കാണാത്തത് അല്ല, വേറെ. ഇല്ല, ഞങ്ങൾ അവിടുന്ന് 1 മുതൽ 10 വരെ ഒരുമിച്ച് ചെയ്യുന്നു. പിന്നെ ഇവിടുന്ന്